ഓക്കെ, കേൾക്കാനല്ലേ? കേൾക്കാം. ഹലോ. അല്ല, ഇതിൽ ഞാൻ അൺമ്യൂട്ട് ചെയ്തപ്പോൾ യു ആർ മ്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ ഒരു മെസ്സേജ് കണ്ടു. അതുകൊണ്ട് എനിക്ക് ഡൗട്ടായത്. സൂം തന്ന മെസ്സേജാണ്. ഓക്കെ. സുഹൃത്തുക്കൾ, ഞാൻ അമിത വ്യത്യാസക്ത രോഗി. വ്യവസായത്തിലും ഏതെങ്കിലും അത്ഭുതമായ കൂട്ടായ്മകളുണ്ട്. നിർദ്ദേശിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദിവസം എനിക്ക് മദ്യപിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ പേര് അശോകൻ. പേജ് 200. ഹായ്. എല്ലാവർക്കും നമസ്കാരം. 260 എന്ന പേജ്. ഇൻവേർഡ് റിയാലിറ്റി, ആൽക്കഹോളിക്സ് അനോണിമസ്, പേജ് 48-49. അത് ഇൻവേർഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ അകത്തുള്ള യാഥാർത്ഥ്യം. ഇതൊരു അതിഭയങ്കര കാര്യമാണത് വായിക്കാനത്. നമുക്ക് മലയാളത്തിലുണ്ട്. 48-ാമത്തെ പേജ്, മലയാളം ബിഗ് ബുക്ക്. ഏറ്റവും ടോപ്പ് സെന്റൻസ് മുതലാണ്. ശാസ്ത്രം തന്നെ കാണത്തക്ക രീതിയിലുള്ള തെളിവ് ദുർബലമായ തെളിവാണെന്ന് ബോധ്യപ്പെടുത്തുന്നില്ല. മനുഷ്യരാശി ഭൗതിക ലോകത്തെ പഠിക്കുമ്പോൾ പുറമേക്ക് കാണുന്നത് പോലെയല്ല ആന്തരിക യാഥാർത്ഥ്യം എന്ന വസ്തുത നിരന്തരമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി വിശദമാക്കാം. വീടുകളുടെ മോന്തായത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധാരണ ഉരുക്കുതുണ്ട് അവിശ്വസനീയമായ വേഗതയിൽ ഒന്നിനോടൊന്ന് ചുറ്റോട് ചുറ്റി കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ ഒരു വ്യൂഹമാണ്. ഈ സൂക്ഷ്മാണുക്കൾ ലഘുവായ നിയമങ്ങളാൽ നിയന്ത്രിതമാണ്. ഈ നിയമങ്ങൾ ഭൗതിക ലോകത്തിനാകെ സത്യമായി എടുക്കാൻ കഴിയുന്നു. അതിനെ സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. എത്ര പരിപൂർണവും യുക്തിസഹവുമായ ഒന്നാണെങ്കിൽ പോലും ഭൗതിക ലോകത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിൽ സർവശക്തനും സർവനിയന്താവുമായ ഒരു സൃഷ്ടാവ് എന്ന ധാരണയെക്കുറിച്ച് പരാമർശിക്കുന്നു. ആ നിമിഷം ഞങ്ങളുടെ മൂർത്തമായ ചിന്ത പുറത്തു വരികയും അങ്ങനെ ഒരു ശക്തിയില്ലെന്ന് കഠിനമായി ഞങ്ങളെ സ്വയം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ പ്രപഞ്ചത്തെ പറ്റി വിശദീകരിച്ച് തരത്തക്ക നിലയിൽ ഒരു ദൈവത്തിന്റെ ആവശ്യമില്ല ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ പതിനിബിഡമായ പുസ്തകങ്ങൾ വായിക്കുകയും ശക്തമായ തർക്കങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങളുടെ വാദഗതികൾ സത്യമായിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം ജീവൻ ശൂന്യതയിൽ നിന്ന് ഉടലെടുത്തു എന്നും ജീവിതം അർത്ഥരഹിതമാണെന്നും അത് എങ്ങോട്ടില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നും. വി അഗ്നോസ്റ്റിക്സ് എന്നുള്ള ആ ഇതിലാണ് ഇത്. യുക്തിചിന്തയ്ക്ക് ഏറ്റവും അധികം യുക്തിചിന്തയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കുറച്ച് വരികളും, പക്ഷെ അതേ യുക്തിചിന്തകളെ എന്താ പറയുക, കൂടുതൽ യുക്തിപൂർവം, അതായത് പല ചിന്തകളും യുക്തിചിന്തകൾ എന്ന് ഞാൻ ധരിച്ചിരുന്ന പല കാര്യങ്ങളും അയുക്തിപരമായിരുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ എന്താ പറയുക, ഹെഡിങ് എന്ന് നോക്കുക, ഇൻവേർഡ് റിയാലിറ്റി എന്നാണ്. ഉള്ളിലുള്ള ആ സത്യം എന്താണ്, യാഥാർത്ഥ്യം എന്താണ്, ഇത് നോക്കാം. മനുഷ്യരാശി ഭൗതിക ലോകത്തെ പഠിക്കുമ്പോൾ പുറമേക്ക് കാണുന്നത് പോലെയല്ല ആന്തരിക യാഥാർത്ഥ്യം എന്ന വസ്തുത നിരന്തരമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു, സത്യം പറഞ്ഞതൊക്കെ ചില അറിയായല്ല, പക്ഷെ ആ രീതിയിൽ ആ ഒരു ആംഗിളിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ. നമ്മള് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ ജസ്റ്റ് എടുത്താൽ മതി. അതിന്റെ ഉദാഹരണം പിന്നെ ഇവിടെ വരുന്നുണ്ട്. ഞാൻ അല്ലാതെ തന്നെ ഞാൻ റിലേറ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ തന്നെ വസ്തുതയാണ്. എൻ്റെ പുറമേക്ക് കാണുന്ന മേക്കപ്പ് ആണോ അകത്തെൻ്റെ ഉള്ള വിചാരങ്ങൾ? എൻ്റെ വിചാരങ്ങൾ വേറെ ആർക്കും അറിയാൻ പറ്റില്ല. ചില സമയത്ത് ചില ബോഡി ലാംഗ്വേജ് കാരണം ഊഹിക്കാൻ പറ്റും, ഇല്ല എന്നല്ല, പക്ഷെ കൃത്യമായ വിചാരങ്ങൾ ഊഹിക്കാൻ പറ്റില്ല. ഇതൊരു സത്യമല്ലേ ഇത്? കാരണം ഞാൻ ഒരു ചില സമയത്ത് വഞ്ചിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും വഞ്ചിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രത്യേക കഴിവുണ്ടെങ്കിൽ, എനിക്ക് അങ്ങനത്തെ ഒരു കഴിവില്ല, അത് വേറെ. പക്ഷെ ഞാൻ ആ കാര്യത്തിലൊക്കെ വളരെ മോശമായിരുന്നു. നുണ പറയാനും വഞ്ചിക്കാനൊക്കെ മോശമായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ കൃത്യമായ രീതിയിൽ നുണ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവർക്ക് സത്യം പോലെ തോന്നും ചിലപ്പോൾ. പക്ഷെ ഉള്ളിലുള്ള യാഥാർത്ഥ്യം എന്തായിരിക്കും? ഇതൊരു വലിയ ക്വസ്റ്റ്യനാണ്.
ഇത് തന്നെ നമ്മളുടെ വിശ്വാസത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞാനിതൊരു എൻ്റെ ചിന്തകളുടെ കാര്യത്തിലാണ് ഞാൻ റിലേറ്റ് ചെയ്ത ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ബുക്കിൽ റിലേറ്റ് ചെയ്തത് അത് അതിനേക്കാളും ഗംഭീരമായിട്ടാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ റിലേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത് അതിനേക്കാൾ റിലേറ്റ്. വീടുകളുടെ മോന്തായത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധാരണ ഉരുക്ക് തന്നെ. വീടുകളുടെ മോന്തായെന്നൊക്കെ കളഞ്ഞോളൂ. എന്തെങ്കിലും ഒരു വസ്തു, ഒരു പീസ് ഓഫ് എന്താ ഓബ്ജക്റ്റ്, എനി ഓബ്ജക്റ്റ്, അത് ഉരുക്കാവാം, മരമാവാം, എന്ത് സാധനം, ആ ഓബ്ജക്റ്റ് എന്താണ് ശരിക്കും? ഓബ്ജക്റ്റ് കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ കാണുമ്പോൾ പുറത്ത് അതിൻ്റെതായ ഒരു ഷേപ്പ് ഉണ്ട്, ഇല്ലെങ്കിൽ അതിൻ്റെതായ ചില ക്വാളിറ്റികളുണ്ട്, ഇല്ലേ? ഇനിയോ അത് അതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? അവിശ്വസനീയമായ വേഗതയിൽ ഒന്നിനോടൊന്ന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളുടെ ഒരു വ്യൂഹം. ഇത് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കാറില്ല. ഒരു സാധനം കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇലക്ട്രോൺ ആണെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ട്? ഇവിടെ എൻ്റെ മുമ്പിൽ ബുക്ക് ഇരിക്കും. ഈ ബുക്ക് മൊത്തം ഇലക്ട്രോണിക് ആണ് എന്നുള്ളത് ഒരിക്കലും ഞാൻ അങ്ങനെയല്ല കാണുന്നത്. അപ്പോ ആന്തരികമായ യാഥാർത്ഥ്യമല്ല പുറത്ത് കാണുന്നത്. പലപ്പോഴും പുറത്ത് കാണുന്നതിനെ വിശ്വസിച്ചിട്ട് അകത്തുള്ളതിനെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നു ഓട്ടോമാറ്റിക്കലി. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മിസ്കാൽക്കുലേഷനാണ്, മിസ്ജഡ്ജ്മെന്റ്. അതാണ് ഇവിടെ പറഞ്ഞു തരണം. ഇനി ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരുന്ന, ഈ സ്ഥലത്ത് കൊണ്ടുവരുന്ന ഈശ്വര വിശ്വാസമായിട്ടുള്ള കാര്യമായിട്ടാണ്. അത് രസകരമായിട്ടാണ് ഇത് നയിച്ചിട്ടുള്ളത്. നോക്കാം, നമുക്ക് അടുത്തുള്ള വരികളിൽ ഇതിൽ ചില എഡിറ്റഡ് ആണ്, ചില വരികൾ ഈ ആസ്പിൾ സിസ്റ്റത്തിൽ ഇല്ല. എന്നാലും ഞാൻ മുഴുവൻ വായിക്കാം. ഈ പാരഗ്രാഫ് നേരത്തെ വായിച്ചു മുഴുവൻ, നമുക്കത് തന്നെ ഒന്നുകൂടി വായിക്കാം. അപ്പൊ ഇങ്ങനെയാണ്: അവിശ്വസനീയമായ വേഗതയിൽ ഒന്നിനോട് വീടുകളുടെ മോന്തായത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധാരണ ഉരുക്കുന്നുണ്ട്. അവിശ്വസനീയമായ വേഗതയിൽ ഒന്നിനോടൊന്ന് ചുറ്റു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളുടെ ഒരു വ്യൂഹമാണ്. ഈ സൂക്ഷ്മാണുക്കൾ ലഘുവായ നിയമങ്ങളാൽ നിയന്ത്രിതമാണ്. അറിയാലോ നമുക്കൊക്കെ. ഈ നിയമങ്ങൾ ഭൗതിക ലോകത്തിനാകെ സത്യമായി എടുക്കാൻ കഴിയുന്നു. അതിനെ സംശയിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല. അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല ഇലക്ട്രോണുകളൊന്നും. ഞാൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, പറയുമ്പോൾ ഈ ഇലക്ട്രോണുകളുടെ ഇത് പിന്നീടും എത്രയോ പഠിച്ചു. സെമി കണ്ടക്ടർ ഫിസിക്സും ഒക്കെ പഠിക്കുമ്പോൾ ഈ ഇലക്ട്രോണുകളുടെ ഇതും ബാലൻസിയും അതും ഇതും എന്താ പറയുക, ഫ്രീ ഇലക്ട്രോൺസും ഇതൊക്കെ ധാരാളം പഠിച്ചാണ്, അല്ലേ? ഓക്കെ, അപ്പോഴൊന്നും പക്ഷെ കണ്ടിട്ടില്ലെങ്കിൽ കൂടി വിശ്വസിച്ചു. എത്ര പരിപൂർണവും യുക്തിസഹവുമായ ഒന്നാണെങ്കിൽ പോലും ഭൗതിക ലോകത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിൽ സർവശക്തനും സർവനിയന്താവുമായ ഒരു സ്രഷ്ടാവെന്ന ധാരണയെക്കുറിച്ച് പരാമർശിക്കും. അങ്ങനെ ഒരു സ്രഷ്ടാവിനെ കുറിച്ച്, അത് വാചകം കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ, സ്ട്രക്ചറിങ് ഒന്നും ശരിയല്ല, കുഴപ്പമില്ല, നമുക്ക് കാര്യം മനസ്സിലായി മതി. അപ്പൊ നമ്മളുടെ ഈ ജീവിതത്തിന്റെയും എന്താ പറയാ ഭൗതിക ലോകത്തിന്റെ ഒക്കെ ഇടയ്ക്കായിട്ട് നമ്മളുടെ ജീവന്റെയും ഭൗതിക ലോകത്തിന്റെ ഒക്കെ ഇടയ്ക്കായിട്ട് ഒരു സർവശക്തനും സർവനിയന്താവുമായ സ്രഷ്ടാവ് എന്നൊരു ധാരണയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ പരാമർശിക്കുമ്പോൾ എന്തുണ്ടാവണം? ആ നിമിഷം ഞങ്ങളുടെ മൂർത്തമായ ചിന്ത പുറത്തു വരികയും അങ്ങനെ ഒരു ശക്തിയില്ലെന്ന് കഠിനമായി ഞങ്ങളെ സ്വയം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. അങ്ങനെ ആവുമ്പോഴാണ് നമ്മളുടെ ഈ എന്താ പറയാ ഒരു ജാതി പ്രകടമായ രീതിയിലുള്ള പ്രതികരണം വരും. ആ ചിന്ത അപ്പൊ തന്നെ അവിടുന്ന് അത് ഒരു റിയാക്ഷൻ ആയിട്ടാണ് വരുന്നത്, ഓട്ടോമാറ്റിക് റിയാക്ഷൻ ആയിട്ട്, ഓട്ടോമേറ്റഡ് ആയിട്ടില്ല. ഏത് ഇനി അങ്ങനെ ഒരു ശക്തിയില്ലെന്ന് കഠിനമായി ഞങ്ങളെ സ്വയം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഇറ്റ് വാസ് വെരി ട്രൂ വിത്ത് മീ. പിന്നെ ഈ പ്രപഞ്ചത്തെ പറ്റി വിശദീകരിച്ച് തരത്തക്ക നിലയിൽ ഒരു ദൈവത്തിന്റെ ആവശ്യമില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ പദനിബിഡമായ പുസ്തകങ്ങൾ വായിക്കുകയും ശക്തമായ തർക്കങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. യെസ്, ഡെഫിനറ്റ്ലി ഞാനതൊക്കെ ചെയ്തിട്ടുള്ളതാണ്.
ഞങ്ങളുടെ വാദഗതികൾ സത്യമായിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം ജീവൻ ശൂന്യതയിൽ നിന്ന് ഉടലെടുത്തു എന്നും ജീവിതം അർത്ഥരഹിതമാണെന്നും അത് എങ്ങോട്ടൊന്നില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നും. അതാണ് ഈ വാദത്തിന്റെ അർത്ഥം എന്നാണ് പറയുന്നത്. അതായത് അത് ഒറിജിനേറ്റഡ് ഫ്രം നോവർ ആൻഡ് എന്താ പറയാ, എവിടേക്കാണ് പോകണമെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത് തന്നെ എൻ്റെ ജീവിതത്തില് എൻ്റെ അഗ്നാസ്റ്റിക് എന്താ പറയാ കൺവിക്ഷനെ മാറ്റാനായിട്ട് വളരെ സഹായിച്ച ഒരു ഭാഗമാണ്. അത് പറയാൻ പറ്റില്ല. ഇനി ഇത് സൂചിപ്പിക്കുന്നത് നോക്കാം എന്തൊക്കെയാണ്. ഒന്ന് ഫെയ്ത്ത്, ഹയർ പവർ, അഗ്നാസ്റ്റിക്സ് ആൻഡ് എത്തിക്സ്, ഇതെല്ലാം കൂടി ഇതാണ് ആദ്യത്തത്. പിന്നെ ഓപ്പൺ മൈൻഡഡ്, തുറന്ന മനസ്സ്. അപ്പൊ തുറന്ന മനസ്സിൽ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതിലും എന്തെങ്കിലും ഉണ്ടാവുമല്ലോ എന്നുള്ള രീതിയിലുള്ള എഴുതുക. ഭയങ്കരമായിട്ട് ഉറക്കം വരും. കണ്ടിന്യൂ ചെയ്യട്ടെ? ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യണ്ടോ ഇതില്? പേജിലേക്ക് പോവാം ചേട്ടാ. കണ്ടിന്യൂ ചെയ്തോ. പേജ് 261. രണ്ട് ഭാഗമാണ് അതിനുള്ള. ഫിയർലെസ് ആൻഡ് സെർച്ചിങ്, നാലാമത് ഭാഗത്തെ കുറിച്ചായിരിക്കും നോക്കാം. ഫിയർലെസ് ആൻഡ് സെർച്ചിങ്, ഇത് രണ്ട് ഭാഗമാണ്. ഒന്ന് ഗ്രേപ്പ് വൈൻ ജൂൺ 1958 12 and 12, പേജ് 49. ഗ്രേപ്പ് വൈൻ ജൂൺ 1958 ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേപ്പ് വൈൻ ലേഖനം ടേക്ക് സ്റ്റെപ്പ് 11 നമ്പറുള്ള ഒരു ലേഖനമാണ്. ആ ലേഖനത്തില് ഇവിടെ സ്റ്റെപ്പ് 11 എടുക്കുന്ന സമയത്ത് അവിടെ വരുന്ന ചില തടസ്സങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതില് പേജ് നമ്പർ 239 ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്, അതില് 1, 2, 3, 4, 5ാമത്തെ പാരഗ്രാഫ്. ഓഫ് കോഴ്സ് മൈ സെൽഫ് അനാലിസിസ് ഹാസ് ഫ്രീക്വന്റ്ലി ബീൻ ഫോൾട്ടി. അപ്പം ഞാൻ ഇതെന്ന് വായിക്കുന്നത് കാരണം ഇത് എഡിറ്റഡ് ആണ്. മൈ സെൽഫ് അനാലിസിസ് ഹാസ് ഫ്രീക്വന്റ്ലി ബീൻ ഫോൾട്ടി. സംടൈംസ് I have failed to share my defects with the right people at other times. Right people. At other times, I have confessed their defects rather than my own. And at still other times, my confession of defects has been more in the nature of loud complaints about my circumstances and my problems. നോക്കാം. അപ്പൊ സെൽഫ് അനാലിസിസിനെ കുറിച്ചാണ് ഈ ഇത് സൂചിപ്പിക്കുന്ന എന്താ കാര്യം എന്നുണ്ടെങ്കിൽ നമ്മളെ അവനവന് ഒരു വ്യക്തിക്ക് അയാളുടെ വ്യക്തിത്വത്തിനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല, മനസ്സിനെ. അത് നമ്മളുടെ മൈൻഡ് ചീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ സ്പോൺസറിനോ അല്ലെങ്കിൽ പറഞ്ഞിട്ട് വേറൊരാളുടെ കുറിച്ച് സഹായം ആവശ്യം. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇവിടെ ഈ ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. നോക്കാം. മൈ സെൽഫ് അനാലിസിസ് ഹാസ് ഫ്രീക്വന്റ്ലി ബീൻ ഫോൾട്ടി. അത് ഞാൻ എന്നെ തന്നെയുള്ള എൻ്റെ പരിശോധനകൾ, അല്ലെങ്കിൽ പരിശോധനയല്ല അനാലിസിസ് എന്ന വിലയിരുത്തലുകളാണ്. വിലയിരുത്തലുകൾ ഹാസ് ഫ്രീക്വന്റ്ലി ബീൻ ഫോൾട്ടി. വളരെ എന്താ പറയാ, എല്ലായ്പ്പോഴും, ഓൾമോസ്റ്റ് എല്ലായ്പ്പോഴും തന്നെ പറയാ അത് തെറ്റായിരുന്നു. പിന്നെ സംടൈംസ് ഐ ഹാവ് ഫെയിൽഡ് ടു ഷെയർ മൈ ഡിഫക്ട്സ് വിത്ത് ദ റൈറ്റ് പീപ്പിൾ. ചില സമയത്ത് എൻ്റെ ഈ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ പോരായ്മകൾ
മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ വൈകല്യങ്ങൾ എന്ന് പറയാം, ഡിഫക്ട്സ് വിത്ത് ദ റൈറ്റ് പീപ്പിൾ. പലപ്പോഴും ചില സമയത്തൊക്കെ ഞാൻ എൻ്റെ ഡിഫക്റ്റുകളെ കുറിച്ചൊക്കെ കൃത്യമായ ആൾക്കാരുടെ അടുത്താണ് ഷെയർ ചെയ്തിരുന്നത്. അറ്റ് അതർ ടൈംസ് ഐ ഹാവ് കൺഫെസ്ഡ് ദെയർ ഡിഫക്ട്സ് റാദർ ദൻ മൈ ഓൺ. ഇനിയോ വേറെ ചില സമയത്ത് ഞാൻ അവരുടെ ഡിഫക്ട്സാണ് ഞാൻ എന്താ പറയുക പറഞ്ഞിരുന്നത്, റാദർ ദൻ മൈ ഓൺ. സ്വന്തം ഡിഫക്റ്റിന് പകരമായിട്ട് മറ്റുള്ളവരെ എന്നല്ല ദേർന്നാണ് പറഞ്ഞത്. അത് ആരെ കുറിച്ചാണ് ആരോടാണ് പറഞ്ഞത് അയാളുടെ ഡിഫക്റ്റ് ആണ്. എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഇല്ല. എന്റെ സ്പോൺസർ ഡിഫക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. എനിവേ ഉണ്ടായിരിക്കാം, ചില ഓരോരുത്തരുടെ വ്യക്തികളിൽ അങ്ങനെ ആയിരിക്കാം, ബിൽഡബ്ല്യൂന് അങ്ങനെ ആയിരിക്കാം. ആൻഡ് സ്റ്റിൽ അതർ ടൈംസ് my confession of defects has been more in the nature of loud complaints about my circumstances and my problem. Yes, ഇത് ശരിയാ. പിന്നെ വേറെ സമയത്ത് സ്റ്റിൽ അതർ ടൈംസ് എൻ്റെ കൺഫെഷൻ ഓഫ് ഡിഫക്ട്സ്, എൻ്റെ ഈ സ്വഭാവ വൈകല്യങ്ങളെ കുറിച്ചുള്ള എൻ്റെ ഏറ്റുപറയല് മോർ ഇൻ ദ നേച്ചർ ഓഫ് ലൗഡ് കംപ്ലൈൻറ്റ്സ്, വളരെ ഉറക്കെയുള്ള കുറെ എന്താ പറയുക പരാതി പറയലുകളും അബൌട്ട് മൈ സർക്കംസ്റ്റാൻസസ് ആൻഡ് മൈ പ്രോബ്ലം. എൻ്റെ എന്താ പറയുക ചുറ്റുള്ള സാഹചര്യങ്ങളെ പരിതസ്ഥിതി അതിനെയും എൻ്റെ പ്രശ്നങ്ങളെയും കുറിച്ചിട്ടുള്ള കംപ്ലൈൻറ്റ് പറയില്ല. ഇത് ഞാൻ ധാരാളം ചെയ്തിട്ടുള്ളത്. എൻ്റെ സ്പോൺസറുടെ അടുത്ത് പറയുമ്പോൾ പലപ്പോഴും ഞാൻ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് എനിക്ക് ആ സമയത്തൊക്കെയാണ് ഞാൻ പണ്ട് വായിച്ചതും, നമുക്ക് ഈ ഒരു സ്പോൺസർ വേറൊരു തേർഡ് പേഴ്സണിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് പല അറിയണ കാര്യങ്ങളുണ്ടോ, അത് വേണ്ട സമയത്ത് ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ പറയാം. അത് ഞാൻ ഒരു അവസരത്തില് അല്ലാത്തൊരു മാനസികമായ ഒരു വലിയ ഒരു ഇതില് ഏർപ്പെട്ട സമയത്ത് ഞാൻ എൻ്റെ സ്പോൺസറെ വിളിച്ചു രാത്രി ഒരു 8 മണി സമയത്താണ്. എനിക്ക് ഓർമ്മയുണ്ട് എപ്പോഴും. എൻ്റെ വീട്ടിൽ ഞാൻ ടെറസിൽ പോയിട്ടാണ് വിളിച്ചത്. കാരണം താഴത്ത് അന്ന് എന്തോ റേഞ്ച് കിട്ടുന്നില്ല. അപ്പം ഞാൻ ടെറസിൽ പോയിട്ടാണ് ഫോൺ ചെയ്യുന്നത്. അദ്ദേഹത്തിനെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അതായത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചില ആൾക്കാരുടെ ഡിഫക്ട്സുകളും ചില പ്രശ്നങ്ങളൊക്കെ ഞാൻ പറയായിരുന്നു. അത് കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഡിഫക്ട്സ് അല്ല, അവർ ചില സർക്കംസ്റ്റാൻസസിൽ പെരുമാറിയതും അങ്ങനത്തെ ചില സർക്കംസ്റ്റാൻസസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ചില ശ്രമം ഉണ്ടായതും ഒക്കെ ഉള്ള കാര്യത്തിൽ കംപ്ലൈൻ്റ് ആയിട്ട് പറയുമായിരുന്നു. വളരെ അപ്പൊ അദ്ദേഹം മുഴുവൻ കേട്ടതിന് ശേഷം എന്നോട് മറുപടി പറയാൻ ശ്രമിച്ചു. വീണ്ടും ഞാൻ അദ്ദേഹത്തിനോടും തട്ടിക്കയറില്ല എൻ്റെ ഇത് എഗെയിൻ ഞാൻ ഇതൊക്കെ തന്നെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതും അദ്ദേഹം കേട്ടു. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം എന്നോട് വളരെ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, എന്താ പറയാ 4th ട്രഡീഷന്റെ ലേഖനം എടുക്കാൻ പറഞ്ഞു. അതിനകത്ത് റൂൾ നമ്പർ 62 ഓഫ് മിഡിൽട്ടൺ ഗ്രൂപ്പ് എന്ന് മറ്റൊരു കാര്യം ഉണ്ട്, അത് വായിക്കാൻ പറഞ്ഞു. എനിക്കറിയണതാണ്. അത് അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഓ സോറി സർ. ഞാൻ അത് ഓട്ടോമാറ്റിക്കലി അപ്പോഴും സ്പോണ്ടേനിയസ് ആയിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. കാരണം ഞാൻ എന്നെ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്, കൂടുതൽ പ്രാധാന്യത്തോടെ കാണേണ്ടത്. അത് അവിടെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എന്നെ തന്നെ കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്നത്. അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ചും ഇല്ലെങ്കിൽ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത എൻ്റെ സർക്കംസ്റ്റാൻസസ്, ഞാൻ 3ാമത്തെ പടിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ സർക്കംസ്റ്റാൻസസിന് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ സർക്കംസ്റ്റാൻസസിനോടുള്ള ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. സർക്കംസ്റ്റാൻസസ് എനിക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? അതിനെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഞാൻ ഈ എന്താ പറയുക ഡിസ്കണ്ടന്റും ഇറിറ്റബിളും ഒക്കെ ആവണത്, റെസ്റ്റ്ലെസ് ഒക്കെ ആവണത്. സോ അദ്ദേഹം ഇതെനിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ലിയർ ആയി. എനിക്ക് അയ്യോ സോറി, അപ്പോൾ തന്നെ ഞാൻ സോറി പറഞ്ഞു. എനിക്ക് മനസ്സിലായി കാര്യം ഇതാണ്. ഞാൻ പറഞ്ഞു ഐ എം വെരി സോറി, ഐ വാസ് ട്രൈയിങ് ടു കൺട്രോൾ ദ സർക്കംസ്റ്റാൻസസ്
ആൻഡ് ട്രൈങ് ടു കൺട്രോൾ അതേഴ്സ് തോട്ട്സ് അല്ലെങ്കിൽ അതേഴ്സ് ആക്ടിവിറ്റീസ്. അത് എനിക്ക് എന്താ പറയാ, അപ്പൊ ഇതുപോലത്തെ ചില സന്ദർഭങ്ങളിലാണ്. അപ്പൊ അവിടെ നമുക്ക് വേറൊരാളുടെ ആവശ്യമുണ്ട്, ഒരിക്കലും ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പൊ ഈ 4th സ്റ്റെപ്പിലെ അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ ഇവിടെ എന്താണ്, സോ അതാണ് ഞാൻ പറഞ്ഞത്. And at still other times, my confession of defects has been more in the nature of loud complaints about my circumstances and my problems. ഈ പ്രോബ്ലംസിന്റെ കാര്യത്തിൽ പല പ്രോബ്ലംസും എനിക്ക് പ്രോബ്ലമേ അല്ല, ആക്ച്വലി അത് സർക്കംസ്റ്റാൻസസ് തന്നെയാണ്. ആ സർക്കംസ്റ്റാൻസസിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് പ്രോബ്ലം അല്ലായി മാറും, അല്ലാതെയായി മാറും. ഒന്നുകിൽ അല്ല, ഇനിയൊരു വലിയൊരു പ്രോബ്ലം പോലെ മുമ്പിൽ വരുന്നൊരു കാര്യമാണെങ്കിൽ തന്നെ അതിനെനിക്ക് അപ്പൊ ചിന്തിക്കാം, ഇപ്പൊ ഈ നിമിഷം ആം ഐ ഫേസിങ് ദറ്റ് ഡിഫിക്കൽട്ടി? ഇല്ല, മേ ബി അത് നാളത്തെ കാര്യമായിരിക്കും. അപ്പൊ ഓക്കെ, ലെറ്റ് ഗോ, ലെറ്റ് മീ വെയിറ്റ് ടിൽ ടുമോറോ. നാളെ വരെ എനിക്ക് ഞാൻ കാത്തിക്കട്ടെ, എന്താണ് സംഭവിക്കണമെന്ന് നോക്കാലോ. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ തന്നെ എന്തിനാ ഇത്രയധികം വറി ചെയ്യുന്നു? അവിടെ എന്താ വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് വി ഷുഡ് ഹാവ് കൺസേൺ. നമുക്ക് അതിനോട് ജാഗ്രതയോടുകൂടി അതിന് ശ്രദ്ധിക്കണം, ശ്രദ്ധ വേണം. നമ്മളുടെ സാഹചര്യങ്ങൾ പ്രശ്നമായി മാറാതിരിക്കാനുള്ള ഇതിനെക്കുറിച്ച്. ഈവൻ പ്രശ്നമായി മാറുന്ന ഏകദേശം ഒരു ഊഹമുള്ള കാര്യങ്ങളിൽ കൂടി നമുക്ക് ജാഗ്രത വേണം. പക്ഷെ വറി പാടില്ല. പരിഭ്രമിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് എന്താ പറയുക, ഉത്കണ്ഠ ഭയങ്കരമായി ആകുലമായിട്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ ഓൺ പീസ് ഓഫ് മൈൻഡിനെ ഇത് ചെയ്യുള്ളൂ, ഹാമ്പർ ചെയ്യുള്ളൂ. അപ്പോ ഇത് വളരെ കൃത്യമായ കാര്യമാണ്. വളരെ ഈ സ്റ്റെപ്പ് 4ന്റെ കാര്യത്തിൽ അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു സഹായില്ലാതെ പറ്റില്ല. ഇതാണ് ഇതിന്റെ ആദ്യത്തെ ഭാഗം. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം. 12 and 12 പേജ് 49-50 മലയാളം. നാലാം പടിയിലെ ലേഖനം തന്നെ, പേജ് നമ്പർ 49 ലാസ്റ്റ് പാരഗ്രാഫ്. അതുകൊണ്ട് തന്നെ ഭയരഹിതമായ ഒരു ധാർമ്മിക കണക്കെടുപ്പ് നടത്തണമെന്ന് നിർദ്ദേശിക്കുമ്പോൾ തനിക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ഉപരിയാണ് തന്നോട് ആവശ്യപ്പെടുന്നതെന്ന് എല്ലാ നവാഗതർക്കും തോന്നിയേക്കാം. തന്റെ തന്നെ ഉള്ളിലേക്ക് അവൻ നോക്കാൻ ശ്രമിക്കുന്ന ഓരോ തവണയും അവന്റെ അഹങ്കാരവും ഭയവും അവനെ പിന്നിലേക്ക് വലിച്ചിടുന്നു. ഇതാണൊരു കാരണം. അഹങ്കാരം പറയുന്നു, നീ ഈ വഴി കടന്നു പോകേണ്ട കാര്യമില്ല. ഭയം പറയുന്നു, നീ നോക്കുക പോലും ചെയ്യരുത്. സത്യത്തിൽ ഒരു ധാർമ്മിക കണക്കെടുപ്പ് നടത്തിയ അംഗത്തിന്റെ തെളിവ് എന്നത് ഇത്തരത്തിലുള്ള ഭയവും അഹങ്കാരവും ഉമ്മാക്കിയല്ലാതെ മറ്റൊന്നുമായി മാറിയില്ല എന്നതാണ്. കണക്കെടുപ്പ് നടത്തുന്നതിന് പരിപൂർണമായ സന്നദ്ധത നമുക്കുണ്ടെങ്കിൽ ആ ജോലി ഭംഗിയായി ചെയ്യുന്നതിന് വേണ്ടി നാം നമ്മെ സജ്ജരാക്കുന്നുവെങ്കിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ ഈ രംഗത്തിൽ അത്ഭുതകരമായ ഒരു വെളിച്ചം വീഴുന്നു. എന്താണത്? അതുകൊണ്ട് ആ ധാർമ്മിക കണക്കെടുപ്പ്, ഭയരഹിതമായ ഒരു ധാർമ്മിക കണക്കെടുപ്പ് നടത്തണമെന്ന് നിർദ്ദേശിക്കുമ്പോൾ തന്നെ തനിക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ഉപരിയാണ് തന്നോട് ആവശ്യപ്പെടുന്ന എല്ലാ നവാഗതർക്കും തോന്നിയേക്കാം. ഇറ്റ്സ് ക്വൈറ്റ് പോസിബിൾ, അങ്ങനെ തോന്നാൻ ചിലപ്പോൾ. ഓക്കെ, തൻ്റെ തന്നെ ഉള്ളിലേക്ക് അവൻ നോക്കാൻ ശ്രമിക്കുന്ന ഓരോ തവണയും അവന്റെ അഹങ്കാരവും ഭയവും അവനെ പിന്നിലേക്ക് വലിച്ചിരുന്നു. ഞാനിത് എന്റെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയും. ഈവൻ ഇപ്പോ ചില സമയത്ത് കൂടി ചില പഴയ ചില മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരും. തമാശന് നമ്മൾ ചിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. ആ സമയത്ത് പോലും ഈ ഒരു ഭയം വരും. ആ ഭയം ഞാൻ എന്റെ കാര്യത്തിൽ പറയാം, എന്നിൽ എങ്ങനെ പ്രകടമാകുന്നത്. ഞാൻ ആ സമയത്ത് എന്തെങ്കിലും ഒരു വാചകം ചിലപ്പോൾ തന്നെത്താൻ സംസാരിക്കും. അതായത് പണ്ട് പറ്റിയൊരു മണ്ടത്തരായിരിക്കും.
അത് ചിലപ്പോൾ എങ്ങനെയാ വെച്ചാൽ അതിനോട് സമാനമായ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഓർമ്മ വരുന്നതാണ്. അങ്ങനെ ഓർമ്മ വരുമ്പോൾ അത് ഒരു സ്വാഭാവികമായി എനിക്ക് എന്നെ തന്നെ മൂടാനുള്ള ഒരു വ്യഗ്രത കാരണം എന്ത് സംഭവിക്കും, ഞാൻ അവിടെ എന്തൊക്കെയോ തന്നെ സംസാരിക്കും. ആ തന്നെ സംസാരിക്കുന്നതിലൂടെ അത് ഈ വിഷയമായിരിക്കില്ല സംസാരിക്കുന്നത്. ഞാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു മണ്ടനാണ് ഞാൻ എന്നുള്ള എൻ്റെ തന്നെ ആ ബോധ്യത്തെ മൂടി വെക്കാനുള്ള ഞാൻ അറിയാതുള്ള ഒരു ശ്രമമാണ്. ഒരു ഇൻഅഡ്വർട്ടൻ്റ്ലി എന്താ പറയുക, ഐ വോണ്ടഡ് ടു പ്രൂവ് ദാറ്റ് ഐ ആം സംവൺ ബെറ്റർ എന്നുള്ള ആ ഒരു ഇതാണ് വരുന്നത്. ഇത് രസമാണത് നോക്കുമ്പോൾ. ഞാൻ അത് ചെയ്യാറുണ്ട്, ആത്മപരിശോധന അപ്പം തന്നെ ചെയ്യാം. അത് കുറെ ആദ്യമൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്, പിന്നെ ഞാൻ അതിനെക്കുറിച്ച് നോക്കി. പക്ഷെ ഇത് വേറൊരാളോട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരു സ്പോൺസറോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോഴല്ലേ അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല എന്താണെന്ന്. ഇത് പലപ്പോഴും എന്താണ് ആ സിറ്റുവേഷൻ കൂടി പിന്നെ മറന്നു പോകും നമ്മള്. ഇപ്പൊ ഞാൻ പറയാം, ഉദാഹരണത്തിന് നമ്മള് വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ്. ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു. ഇതേപോലൊരു സിറ്റുവേഷനിൽ ഞാൻ വർഷങ്ങൾ മുമ്പ് എന്തെങ്കിലും ഒരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ടാവും. അത് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നു. ആ ഓർമ്മയിൽ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യണം, അതിനെ ഞാൻ മൂടി വെക്കാനായിട്ട് ഞാൻ എന്തോ ഒരു കാര്യം, വേറെന്തോ ഒരു കാര്യം, ഇതായിട്ടൊരു റിലേഷനും ഇല്ലാത്ത എന്തോ 2 വാചകം ഞാൻ എൻ്റെ വായോണ്ട് പറഞ്ഞു. അതായത് അടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ കേൾക്കും ചെയ്യാം. ഇന്നാളെ രസമുണ്ടായി. ഇതുപോലെ ഞാൻ കുളിക്കാൻ കയറിയ സമയത്ത് ബെഡ്റൂമിൽ എന്തോ എന്ന് പറഞ്ഞാൽ ബാത്റൂമിന്റെ പുറത്ത് ബെഡ്റൂമിൽ വൈഫ് എന്തോ തുണിയൊക്കെ മടക്കി വെക്കുന്നു. ഞാനിതുവരെ കുളിക്കാൻ കയറിയ സമയത്ത് ഇതുപോലെ എന്തോ ഒരു അബദ്ധം, പഴയ ഒരു അബദ്ധം പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പൊ ഞാൻ വേറെന്തോ കാര്യം ഇതുപോലെ പറഞ്ഞു. അപ്പൊ വൈഫ് നാച്ചുറൽ എന്താ വിചാരിക്കും, ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വൈഫ് ഇവിടെ ഉണ്ട്, വൈഫിനോട് സംസാരിക്കാന്ന് വെച്ചിട്ട് എന്താണ് പറഞ്ഞെന്ന് വെച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ പിന്നെ ഒന്നുമില്ലാതെ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് പറഞ്ഞത്. അത് സത്യം പറഞ്ഞാൽ അല്ലാതെ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടി പറ്റില്ല. അതുകൊണ്ടാണ്, അല്ലാണ്ട് എനിക്ക് അവിടെ സത്യം പറയാതിരിക്കാനുള്ള ഒരു വൈമുഖ്യം കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. എനിക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ വിഷയം തന്നെ ഞാൻ മറന്നുപോയി. ഇത് ടീച്ചറാൾ എന്താ പറയുക, സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഒരു ബിഹേവിയർ. അപ്പോ ഇതാണ് ഈ ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ഇത് പറഞ്ഞത്. അപ്പോ ഇതാണ് തൻ്റെ തന്നെ ഉള്ളിലേക്ക് അവൻ നോക്കാൻ ശ്രമിക്കുന്ന ഓരോ തവണയും അവന്റെ അഹങ്കാരവും ഭയവും അവനെ പിന്നിലേക്ക് വലിച്ചത്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് വേറൊരു രീതിയിൽ പ്രകടമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതുള്ളൂ. നീ ഈ വഴി കടന്നു പോകേണ്ട കാര്യമില്ല. ഒന്ന് ഭയം പറയുന്നു, അതാ അഹങ്കാരമാണ് പറയുന്നത്. ഭയം പറയുന്നു നീ നോക്കുക പോലും ചെയ്യരുത്. യെസ്, ബെറ്റർ നോട്ട് ടു സീ. അത് കഴിഞ്ഞിട്ടോ, സത്യത്തിൽ ഒരു ധാർമ്മിക കണക്കെടുപ്പ് നടത്തിയ അംഗത്തിന്റെ തെളിവ് എന്നത് ഇത്തരത്തിലുള്ള ഭയവും അഹങ്കാരവും ഉമ്മാക്കിയല്ലാതെ മറ്റൊന്നുമായി മാറിയില്ല എന്നതാണ്. യെസ്, നമ്മളിത് ചെയ്ത ആളാവുകൊണ്ട്, നമുക്ക് ചെയ്യുന്ന ആളാവുകൊണ്ട്, സ്പോട്ട് ഇൻവെന്ററി ഇതൊക്കെ 10th സ്റ്റെപ്പ് ചെയ്യുന്ന ആളെന്ന് നമുക്കറിയാം. ഇതിൽ ഭയത്തിലൊന്നും കാര്യമില്ല, അതിലൊന്നും നിൽക്കില്ല. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മനുഷ്യന്റെ ഈഗോന്റെ സ്വാഭാവികമായ അവനവനെ തന്നെ ഷീൽഡ് ചെയ്യാനുള്ള, അവനെ തന്നെ പ്രതിരോധിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് ഇതുണ്ട്. അപ്പൊ ഇത് വേറൊരാളെ സഹായിച്ചിടക്കും 4ാം പടി കയറി നടക്കില്ല. അവിടെ ഈ അഹങ്കാരവും ഭയവും ഒക്കെ പിടിച്ച് പിന്നോട്ടടിക്കും. ഓക്കെ, ഇനി കണക്കെടുപ്പ് നടത്തുന്നതിന് പരിപൂർണമായ സന്നദ്ധത നമുക്കുണ്ടെങ്കിൽ ആ ജോലി ഭംഗിയായി ചെയ്യുന്നതിന് വേണ്ടി നാം നമ്മെ സജ്ജരാക്കുന്നുവെങ്കിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ ഈ രംഗത്തിൽ അത്ഭുതകരമായ ഒരു വെളിച്ചം വീഴും. വളരെ ഇമ്പോർട്ടൻ്റ്. എന്താണ് സജ്ജരാക്കുന്നത്? ഒന്ന് സന്നദ്ധത. ഓക്കെ, 4ാം പടിയും ബാക്കിയുള്ളതൊക്കെ ചെയ്യാനായിട്ട് ഞാൻ സന്നദ്ധനാണ്. 2 സജ്ജരാക്കൽ. എന്താണ് ഈ സജ്ജരാക്കുക? 4ാം പടി ചെയ്യാനായിട്ട് ഞാൻ സജ്ജനാവുന്ന എങ്ങനെ? ഞാൻ 3ാം പടിയുടെ കാര്യത്തിൽ വളരെ കൃത്യമായ രീതിയിൽ ആ ആശയത്തിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കണം. 3ാം പടിയുടെ
കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അദ്ദേഹമാണ് മുതലാളി, അദ്ദേഹമാണ് ഡയറക്ടർ, അദ്ദേഹമാണ് മുതലാളി, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഏജന്റ് മാത്രമാണ്, അദ്ദേഹമാണ് പിതാവ്, ഞങ്ങൾ മക്കളും എന്നൊക്കെയുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അതായത് ഐ ആം ജസ്റ്റ് ഓൺലി എ ടൂൾ, ഞാനൊരു വെറും ഒരു ഉപകരണം മാത്രമാണ് എന്നുള്ള ആ ഒരു മനോഭാവം മനസ്സിലുണ്ടെങ്കിൽ അതാണ് സജ്ജരാക്കിയെടുക്കുക. അപ്പൊ അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള സാഹചര്യങ്ങളൊക്കെ വരും, കൃത്യമായ രീതിയിലുള്ള സ്പോൺസറിന്റെ കയ്യിൽ വരും. ആ വന്ന ആളുടെ അടുത്ത് നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ തെളിച്ച് പറയാൻ പറ്റും. കാരണം പല സമയത്തും നമ്മളുടെ ന്യായീകരണ സ്വഭാവം അത് ഈ അഹങ്കാരവും ഭയവും കൊണ്ട് അവനവനെ തന്നെ മൂടി വെക്കാനുള്ള ആ വ്യഗ്രത കാരണം പല കാര്യങ്ങളെയും ഈ സ്പോൺസർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ചൂണ്ടയിട്ട് പുറത്തേക്ക് എടുക്കേണ്ടി വരും, പല പാതാള കറണ്ട് എടുക്കേണ്ടി വരും. അങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നവർക്ക്. അല്ലാതെ ആരെങ്കിലും ഒരാൾ ഞാൻ ഒറ്റയ്ക്ക് ആത്മപരിശോധന നടത്താമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ മൗഢ്യമാവുന്നതാണ് എൻ്റെ അനുഭവം. അത് പലയിടത്തും ഏലത്തെ പല വാചകങ്ങളും എനിക്ക് സാധൂകരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ഇത് ഈ പേജ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, അഡ്മിഷൻ, തുറന്ന് സമ്മതിക്കുന്നു. 2, ഫിയർ. 3, എയ്ഡ്സ് ടു ഇൻവെന്ററി, നമ്മുടെ കണക്കെടുപ്പിനുള്ള സഹായങ്ങൾ. വാല്യൂ ഓഫ് ഇൻവെന്ററി, നമ്മളെ ഈ ആത്മപരിശോധന കണക്കെടുപ്പ് എത്രത്തോളം മൂല്യവത്താണെന്ന്. പ്രൈഡ്, അഭിമാനബോധം. സെൽഫിറ്റി, അവനോട് ഒരു ദയ, സ്വയം സഹതാപം. ഓക്കെ, സെറൻറ്റി, പ്രശാന്തത. ഇതൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു പേജ് കൂടി പോവാം, ഉറക്കം ബാധിച്ചു. 262 പേജ് നമ്പർ. ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റീസ്, വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ. ഇത് വരുന്നത് 12 പേജ് 177. 177 എന്ന് പറഞ്ഞാൽ ഏത് പാരമ്പര്യമാണ്? 12ാം പാരമ്പര്യമാണ് അല്ല, 10ാം പാരമ്പര്യം. ഇപ്പൊ 177 പേജിലെ ടോപ്പ് പാരഗ്രാഫ്. പരസ്പരമോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലുമോ മല്ലിടാനുള്ള ഇത്തരം മനസ്സില്ലായ്മ മറ്റുള്ളവരെക്കാളും നമ്മൾ ഉയർന്നവരാണെന്ന് നമ്മെ തോന്നിപ്പിക്കുന്ന ഒരു പ്രത്യേക സദ്ഗുണമായി പരിഗണിക്കപ്പെടുന്നില്ലെന്ന കാര്യം നമുക്ക് വീണ്ടും അടിവരയിടാം. ഇപ്പോൾ ലോകത്തിലെ പൗരന്മാരായി പുനഃസ്ഥാപിക്കപ്പെട്ട 7 അംഗങ്ങൾ നമ്മുടെ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ നേരെയാക്കുന്നതിനായി, തങ്ങൾക്ക് തോന്നുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നതിനായി തങ്ങളുടെ വ്യക്തിഗത ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്നോക്കം പോവുകയാണെന്നും ഇത് അർത്ഥമാക്കുന്നില്ല. പക്ഷേ മൊത്തത്തിലെടുക്കുമ്പോൾ അത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഈ തരുണത്തിൽ നമ്മൾ പൊതുവായ തർക്കങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അപ്രകാരം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമൂഹം നശിക്കുമെന്ന് നമുക്കറിയാം. നമ്മളുടെ ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തത്തിനെ കുറിച്ചാണ് ഇത്. എന്തിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ, let us emphasize that our reluctance to fight one another. ഓക്കെ, ഇത് തന്നെ 10ാം പാരമ്പര്യത്തിലെ ഏത് ഭാഗത്താണ്? അതായത് നമ്മൾ 10ാം പാരമ്പര്യം എന്താ പറയണത്? നമുക്ക് മറ്റു വിഷയങ്ങളിലൊന്നും വേറെ താല്പര്യമില്ല, ലോകത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഇല്ലേ. എക്ക് മറ്റു വിഷയങ്ങളിൽ യാതൊരു അഭിപ്രായവുമില്ല. അതുകൊണ്ട് എയുടെ പേര് മറ്റു ചർച്ചാ വിഷയങ്ങളിലേക്ക് വലിച്ചു വെക്കരുത്. അപ്പൊ അതിനാണ് കുറിച്ച് പറഞ്ഞത്. അപ്പൊ പരസ്പരമോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലുമോ മല്ലിടാനുള്ള ഇത്തരം മനസ്സില്ലായ്മ മറ്റുള്ളവരെക്കാളും നമ്മൾ ഉയർന്നവരാണെന്ന് നമ്മെ തോന്നിപ്പിക്കുന്ന ഒരു പ്രത്യേക സദ്ഗുണമായി പരിഗണിക്കപ്പെടുന്നില്ലെന്ന കാര്യം നമുക്ക് വീണ്ടും അടിവരയിടാം. അതായത് നമ്മളുടെ ഈ 10ാം പാരമ്പര്യ പ്രകാരം നമ്മൾ ആരോടും ഫൈറ്റ് ചെയ്യില്ല, അതിനൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ അതായി കാണുന്നു ബാക്കിയുള്ള പുറമേയുള്ള വിഷയങ്ങൾ.
ഇത് നമ്മൾക്ക് വലിയൊരു സദ്ഗുണമാണെന്നും നമ്മൾ മറ്റുള്ള സംഘടനകളെക്കാളും ഒക്കെ എന്തോ കൂടുതൽ മേന്മയുള്ളതാണെന്നുള്ള വിചാരം ഉണ്ടാവരുത്. ഓക്കെ, നമ്മൾ ഉയർന്നവരാണ് എന്ന് നമ്മെ തോന്നിപ്പിക്കുക, അങ്ങനത്തെ ഒരു പ്രത്യേക സദ്ഗുണമായി പരിഗണിക്കപ്പെടുന്നില്ലെന്ന കാര്യം നമുക്ക് വീണ്ടും അടിവരണം. അതായത് അവനവന് അഹങ്കാരം ഉണ്ടാവരുത്. ഞാനെന്തോ കൂടുതൽ മേന്മയുള്ള ആളാണ്, ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഞാൻ വളരെ ന്യൂട്രലായി നിൽക്കുന്ന ആളാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലായാലും ഗ്രൂപ്പ് ലൈഫിലായാലും ആസ് എ ഹോള്. ഇപ്പോൾ ലോകത്തിലെ പൗരന്മാരായി പുനഃസ്ഥാപിക്കപ്പെട്ട അംഗങ്ങൾ നമ്മുടെ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ നിരയാക്കുന്നതിനായി, തങ്ങൾക്ക് തോന്നുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നതിനായി തങ്ങളുടെ വ്യക്തിഗത ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് പിന്നോക്കം പോവുകയാണെന്നും ഇത് അർത്ഥമാക്കുന്നില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് ഇങ്ങനെ പറയണോണ്ട് നമ്മൾ ഒന്നിനോടും പുറമേയുള്ള വിഷയങ്ങളിലൊന്നും നമ്മൾ അഭിപ്രായം ഇല്ല എന്നുള്ളതല്ല. എക്കാണ് അഭിപ്രായമില്ല, ആസ് എ ഹോൾ അഭിപ്രായമില്ല, ആസ് എ ഗ്രൂപ്പ് അഭിപ്രായമില്ല. ബട്ട് ഒരു ഇൻഡിവിജ്വലിന് അയാളുടെ അഭിപ്രായം ഉണ്ടാവും, അയാൾക്ക് ചില കാര്യങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും, ചെയ്യേണ്ടി വരും. അയാൾ ഒരു ഈ കുറെ കാലം കൂടെ ജീവിക്കുമ്പോൾ ജീവിത രീതിയിൽ ജീവിക്കുമ്പോൾ നാട്ടിലെ സമൂഹത്തിന്റെ ഒരു ഭാഗമായി മാറും. അപ്പൊ ആ സമൂഹത്തിനോട് ഉത്തരവാദിത്തങ്ങൾ പലതുണ്ടാവും. അങ്ങനത്തെ ഇതുകൾ വരുമ്പോൾ അതിൽ നിന്ന് അയാൾ മാറി നിൽക്കാൻ പാടില്ല. ഈ കാര്യം പറഞ്ഞിട്ട് ഞാൻ വിവാദ വിഷയങ്ങളിൽ ഏർപ്പെടുന്നില്ല എന്നും പറഞ്ഞിട്ട് അയാൾക്ക് അയാളുടേതായ ഉത്തരവാദിത്തം എന്തോ അത് നിർവഹിക്കേണ്ടി വരും. ആ സമൂഹത്തിൽ അയാൾക്ക് വേണ്ടി ദൈവം എന്താണോ അയാൾക്ക് കൽപ്പിച്ച് നൽകിയിട്ടുള്ളതെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കണം. ഓരോരുത്തർക്കും പറയാം അവരവർക്ക് കിട്ടിയിട്ടുള്ള, ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് സൈഡിൽ കൂടെ പറയുകയാണെങ്കിൽ വാട്ട് എവർ ഓപ്പർച്യൂണിറ്റി എന്താ വൺ ഗെറ്റ്സ് എന്നോ ഇത് വേണമെങ്കിൽ പറയാം, ഒരാൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത് ഓരോരോ ദിവസം ഓരോന്നായിരിക്കും അല്ലേ. അപ്പൊ അതിൽ നിന്നും പിന്മാറണം എന്നല്ല അതിന്റെ അർത്ഥം. അതിലൊക്കെ വേണ്ട പോലെ തന്നെ ചിന്തിക്കണം. പക്ഷെ ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഈ 10th സ്റ്റെപ്പിന്റെ 10th ട്രഡീഷൻ ഇതൊക്കെ നമ്മളെ എത്തിക്കുന്നത് ഒരു സംഘമില്ലായ്മയാണ്, ഡിറ്റാച്ച്മെന്റ്, ഒരു ഡിറ്റാച്ച്ഡ് വേയിൽ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി. അതാണ് പറഞ്ഞത് നമ്മൾ സാറിനെ വി ഡോണ്ട് ഹാവ് ഓണർഷിപ്പ്, വി ഹാവ് ഓൺലി ട്രസ്റ്റിഷിപ്പ്. എന്ത് കാര്യത്തിലും എനിക്ക് എൻ്റെ മുകളിൽ തന്നെ അത്രയുള്ളൂ, ഒരു രക്ഷാകർത്തൃത്വമുള്ളൂ, എനിക്ക് ഉടമസ്ഥതയില്ല. പക്ഷേ മൊത്തത്തിൽ എടുക്കുമ്പോൾ അത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഇത്തരുണത്തിൽ നമ്മൾ പൊതുവായ തർക്കങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എന്നാൽ അപ്രകാരം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമൂഹം നശിക്കുമെന്ന് നമുക്കറിയാം. അതായത് ഇത് ഇൻഡിവിജ്വലിന്റെ കാര്യത്തിലാണ്. പക്ഷെ ഏയുടെ കാര്യത്തിലാവുമ്പോൾ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടുന്നില്ല, അതിന് ഒരു അഭിപ്രായം പറയുന്നില്ല. അതിന് കാരണം എന്താണ്? നമ്മൾ ഇതിലൊക്കെ പോയി ആവശ്യമില്ലാത്തതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നശിക്കുന്ന നമുക്കറിയാം. അത് നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ പഠിച്ചതാണ്. വാഷിങ്ടോണിയൻസിന്റെ എക്സ്പീരിയൻസ് നമ്മൾ പഠിച്ചതാണ്. വാഷിങ്ടോണിയൻസ് എങ്ങനെയാണ് നശിച്ച് എന്നുള്ളത് ജസ്റ്റ് ചരിത്രം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. അവര് 1840s തോന്നുന്നു, അതായത് 19ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്താണ് വാഷിങ്ടോണിയൻസ് തുടങ്ങിയത്. അന്ന് US-ലും പ്രത്യേകിച്ച് ചില ലാറ്റിൻ അമേരിക്കൻ വിടും പോണ്ട, യുഎസില് മദ്യം വളരെ പ്രശ്നമായിട്ടിരിക്കുന്ന കാലഘട്ടമാണ്. അവിടെ മദ്യം നിരോധനത്തിന്റെ കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊരു ആദ്യം 19ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്തും 18ാം നൂറ്റാണ്ടിന്റെ അവസാനമൊക്കെ ആയിട്ട് ടെമ്പറൻസ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു പല കാത്തലിക് ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ. അതൊന്നും നടന്നില്ല. അതെന്താ വെച്ചാൽ അതോടൊക്കെ ഉപദേശമായിരുന്നു ആൾക്കാർ. പക്ഷെ ഇവിടെ ഇപ്പുറത്ത് വാഷിങ്ടോണിയൻസ് തുടങ്ങിയപ്പോൾ ആയിട്ട് അതിന് കുറച്ച് സാമ്യം ഉണ്ടായിരുന്നു. അതെന്താണെന്നുണ്ടെങ്കിൽ ഈ ഷെയറിങ്, നമ്മൾ പറയുന്ന പോലത്തെ ഷെയറിങ്ങുകൾ ആയിരുന്നു അതിൽ മെയിൻ.
അതിൽ കൂടെ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ആദ്യം 1,00,000 പേരെ വളരെ പെട്ടെന്ന് തന്നെ അംഗങ്ങളായി. 6 ലക്ഷം വരെ അത് പോയി എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ സമയത്താണ് അമേരിക്കയിൽ സിവിൽ വാർ നടക്കുന്നത്. അപ്പൊ സിവിൽ വാർ US നടക്കുന്ന സമയത്ത് രണ്ട് ഭാഗമാണ്. അതായത് സിവിൽ വാറിന്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ അടിമത്തത്തിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും. ആ വിഷയം വിപരീതത്തിലിട്ടു എടുത്തു, രാഷ്ട്രീയ വിഷയം. അതെടുത്തപ്പോ എന്ത് പറ്റി? ഇതിനകത്തുള്ള ഈ വാഷിങ്ടോണിയൻ മൂവ്മെന്റിലുള്ള രണ്ടുപേരുണ്ട്, സദേണേഴ്സും ഉണ്ട്, മറ്റേ യൂണിയൻസ് ഇതിലുള്ളവരുണ്ട്, കോൺഫെഡറേറ്റ്സും ഉണ്ട്, രണ്ടുപേരുണ്ട്. അപ്പോ അവർ തമ്മിൽ പ്രശ്നമായി. കാരണം അവിടെ വലിയ യുദ്ധം നടക്കാണ് കോൺഫെഡറേസിയും യൂണിയനുമായിട്ട്. എത്ര ലക്ഷം പേര് മരിച്ചു ആഭ്യന്തര യുദ്ധത്തിൽ. അപ്പൊ ആ ഒരു സമയം അതിൽ ഇടപെട്ടത് ഒരു പ്രശ്നമായി. രണ്ടാമത്തെ പ്രശ്നം, അവിടെ മദ്യനിരോധനത്തിന്റെ കാര്യത്തിൽ ഇവര് വക്താക്കളായി മാറി. അങ്ങനെ വന്നപ്പോ വലിയ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. മദ്യനിരോധനത്തിന്റെ വക്താക്കളായപ്പോ പല സ്റ്റേറ്റുകളിലുമുള്ള ഗവൺമെന്റിന് തന്നെ എന്താ പറയാ റവന്യൂ ഒക്കെ കിട്ടണ്ടേ, അങ്ങനെയൊക്കെ വലിയ വലിയ പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ എനിക്കത് പോകുന്നില്ല, അത് നമ്മുടെ വിഷയമല്ല. ഒക്കെ ആവശ്യമുള്ളവർക്ക് ഹിസ്റ്ററി കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ സിംഗിൾനെസ് ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞാൽ എക്ക് എന്നുള്ള 5ാം പാരമ്പര്യം അവർക്കുണ്ടായിരുന്നില്ല. പാരമ്പര്യങ്ങളില്ല, അതിലൊന്നുമില്ല, അതൊന്നുമില്ല. അതൊരു ആൾക്കൂട്ടമായിരുന്നു. അങ്ങനെ ഒരു ആൾക്കൂട്ടത്തില് ആയിരുന്നു അവര് രക്ഷപ്പെട്ടു നിന്നിരുന്നത്. അപ്പൊ അവര് നശിച്ചത് എന്തുകൊണ്ടാണ്? കാരണം അവരുടെ ഈ സിംഗിൾനെസ് ഓഫ് പർപ്പസ് നിന്ന് വ്യതിചലിച്ചിട്ടാണ് അവര് നശിച്ചത്. അവരുടെ പ്രൈമറി പർപ്പസ് നിന്ന് അവര് വ്യതിചലിച്ചു, അപ്പോഴാണ് നശിച്ചത്. ആ ഒരു അനുഭവമാണ് നമുക്കുള്ളത് എക്ക്. അതുകൊണ്ട് ആസ് എ ഹോൾ ഇങ്ങനത്തെ ഔട്ട്സൈഡ് ഇഷ്യൂസിൽ ഒന്നിനും പോവില്ല എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇനി ഈ പേജ് നോക്കാം എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പേജ് ഒന്ന് കോൺട്രവേഴ്സി, അത് വിവാദ വിഷയങ്ങൾ. പിന്നെ റെസ്പോൺസിബിലിറ്റി ആസ് എൻ ഇൻഡിവിജ്വൽ. അതേ സമയത്ത് ഒരു ഇൻഡിവിജ്വൽ അയാളുടെ റെസ്പോൺസിബിലിറ്റി നിന്ന് മാറുന്നുമില്ല. അപ്പോൾ ആ ഉത്തരവാദിത്വം, ഇത് രണ്ടുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനഫ് ടൈമായി. ജെയിംസ് ഭായി കഴിഞ്ഞ ആഴ്ച എനിക്ക് അയച്ചെന്നാണ്. അപ്പോ എന്തായാലും താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനോട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. Moderator, please. മുന്നോട്ട് തന്നെ പോവാം. അപ്പൊ ഓക്കെ, എന്നാൽ എല്ലാവർക്കും ഞാൻ വല്ലാണ്ട് ഒക്കെ